കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂർ എന്ന കൊച്ചു കുടിയേറ്റ ഗ്രാമം ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതം കൊണ്ട് ധന്യമായിരിക്കുകയാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ക്രിസ്തു വാഗ്ദാനത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം. ദിവ്യബലിയിൽ ക്രിസ്തു സന്നിഹിതനാണെന്നത് ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസമാണ്. ഇതിനെ ആഴപ്പെടുത്തുന്ന അടയാളമാണ് 2013 നവംബർ മാസം 15 ഫാദർ തോമസ് ദിവ്യബലി അർപ്പിക്കവേ വിളക്കന്നൂർ പള്ളിയിൽ കണ്ടത്. വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ക്രിസ്തുനാഥൻ്റെ തിരുമുഖം പതിയെ തെളിഞ്ഞു വരികയായിരുന്നു. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം 2025 മെയ് മാസം 31 വത്തിക്കാൻ ഇത് ഒരു യൂക്കറിസ്റ്റിക് മിറാക്കിളായിട്ട് പ്രഖ്യാപിച്ചു. നിയോഗങ്ങളൊക്കെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴിയായി നമുക്ക് കാഴ്ചപ്പെട്ടു. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കുമ്പോൾ ഈ തൊണ്ടക്കുഴി വരെ നമുക്ക് അനുഭവമുണ്ട്. ഒരപ്പത്തിൻ്റെ മാംസത്തിൻ്റെ നീണ്ട 12 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ വിളക്കന്നൂരിലുള്ള ക്രിസ്തുരാജൻ്റെ നാമധേയത്തിലുള്ള ഈ ദൈവാലയത്തിലേക്ക് ഇന്ന് ഭക്തജനപ്രവാഹമാണ്. നമുക്കും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ അണയാം. നമ്മുടെ ഹൃദയത്തിലും ജീവിതയിടങ്ങളിലുമൊക്കെ അവൻ്റെ മുഖം പതിയണമേ എന്നൊരാഗ്രഹം നമുക്കുണ്ടാവട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ദിവ്യകാരുണ്യ സന്നിധിയുടെ ചാരെ അണയാം. ദിവ്യകാരുണ്യം സമ്മാനിക്കുന്ന കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം.